ഹലോ. നമ്മുടെ മനസ്സിലെ അനാവശ്യ ചിന്തകളെയും നെഗറ്റീവ് ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ മെഡിറ്റേഷനെ കുറിച്ചാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്കുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് മെഡിറ്റേഷൻ എന്ന് നോക്കാം. മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചെറു ധ്യാനമാണ്. കുറച്ചു നേരം നമ്മുടെ മനസ്സിനെ റിലാക്സ്ഡ് ആക്കി വെച്ച് മറ്റു ചിന്തകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറച്ചു നേരം റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ആ പ്രക്രിയയാണ് മെഡിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ കുറച്ചു നേരം നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് അവസരം ലഭിക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിലേറ്റവും പ്രധാനം നമ്മൾക്കിങ്ങനെ ചിന്തകളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരുപാട് അനാവശ്യ ചിന്തകളെ മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല, നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് നമ്മുടെ മനസ്സിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഒരു പരിധിവരെയെങ്കിലും കൺട്രോൾ ചെയ്യാനായിട്ട് ഇതുപോലുള്ള മെഡിറ്റേഷൻ ടെക്നിക്കുകൾ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കുന്ന കാര്യമാണ്. ഇതുമാത്രമല്ല, നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ് മെഡിറ്റേഷൻ. ഡിപ്രഷനും ആങ്സൈറ്റിയും പോലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രശ്നം ഗുരുതരമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് നിങ്ങളുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യമാണ് മെഡിറ്റേഷൻ. ഡിപ്രഷനിലേക്ക് നമ്മളെ നയിക്കുന്നത് പലപ്പോഴും നമ്മുടെ ചിന്തകളാണ്. നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ അനുഭവപ്പെടുന്നതും ഭാവിയെക്കുറിച്ച് ഓർത്ത് അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കാൻ തുടങ്ങുന്നതും. ഇതിന് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. ഇതിന് നമുക്ക് ബോധപൂർവം ശ്രമിക്കാൻ പറ്റും. പക്ഷേ അതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ധ്യാനം എന്ന് പറയുന്ന കാര്യം. ഇത് ഒരു 5-10 മിനിറ്റ് നമ്മൾ നമ്മുടെ മനസ്സിനെ റിലാക്സ്ഡ് ആക്കി വെക്കുമ്പോൾ കുറച്ചെങ്കിലും നമ്മുടെ ടെൻഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ മെഡിറ്റേഷൻ്റെ മറ്റൊരു ഗുണമാണ് നമുക്ക് കുറേ നേരത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ടെക്നിക്കുകൾ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമ്മുടെ ലേണിംഗ് കപ്പാസിറ്റിയും നമ്മുടെ ശ്രദ്ധ, കോൺസെൻട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ് മെഡിറ്റേഷൻ. അപ്പോൾ ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് ഉള്ള മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം നമുക്കെങ്ങനെ ചെയ്തു തുടങ്ങാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ ശാന്തമായിരിക്കണം എന്നുള്ളത്. ഒരുപക്ഷെ സ്ഥിരമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായാലും അവർക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട്, അവരുടെ മൈൻഡിന് അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചെടുക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഒത്തിരി ഡിസ്റ്റർബൻസ് ഉള്ള ഒരു സ്ഥലത്തിരുന്നാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലം വേണം മെഡിറ്റേഷന് വേണ്ടി തിരഞ്ഞെടുക്കാൻ. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന് തിരഞ്ഞെടുക്കുന്ന സമയമാണ്. ഏത് സമയത്ത് വേണമെങ്കിലും മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ പലരും ഇതിന് ബെസ്റ്റ് ടൈമായിട്ട് പറയുന്നത് എപ്പോഴും മോർണിംഗ് തന്നെയാണ്. കാരണം ആ സമയത്ത് നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ വളരെയധികം ഫ്രഷ് ആയിട്ടിരിക്കും. മാത്രമല്ല വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈമാണ് മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ടൈം തന്നെ മെഡിറ്റേഷന് വേണ്ടി ചൂസ് ചെയ്യുക. ഇനി അതിന് സാധിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈം ആയാലും മതി. ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ടുള്ളൊരു ടൈമും ശാന്തമായിട്ടുള്ളൊരു സ്ഥലവും വേണം ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സ്ഥലവുമായിരിക്കണം, ഒരുപാട് ഡിസ്റ്റർബൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ലാത്തൊരു സമയവുമായിരിക്കണം ഇതിനു വേണ്ടി ചൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പോസ്ചറിൽ നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൈകളും കാലുകളും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. നമ്മുടെ കാലുകൾ ക്രോസ് ലെഗ്ഡ് ആക്കി വെച്ചതിന് ശേഷം കൈകൾ മടിയിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടിന്മേൽ കൈകൾ വെക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ വേണം കൈകൾ വെക്കാനായിട്ട്. കണ്ണുകൾ രണ്ടും പതിയെ അടക്കുക. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. എന്നിട്ട് ഇനി ചെയ്യേണ്ട കാര്യം നമ്മുടെ ബ്രീത്തിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
നമ്മൾ ഓരോ ശ്വാസം വലിക്കുമ്പോഴും ആ ശ്വാസത്തിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്കും പുറത്തേക്കും വിടുന്ന ആ പ്രക്രിയ ശരിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുക, ബോധപൂർവം തന്നെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരാതെ നോക്കുക. ഇടയ്ക്ക് എന്തെങ്കിലും ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നാലും ശരി, വീണ്ടും ശ്വാസത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുപോവുക. ഇത് തുടക്കക്കാരെന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും, നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടിയും വരും. എന്നിരുന്നാലും ഓരോ തവണ നമ്മുടെ ശ്രദ്ധ മാറുമ്പോഴും അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കുക. തുടക്കം മുതൽ തന്നെ 5-10 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്കിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാനായിട്ട് സാധിക്കില്ല. പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബ്രീത്തിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷേ ഓരോ ദിവസവും നമ്മളിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഗ്രാജുവലി നമുക്കിതിൻ്റെ മാറ്റം കാണാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ കുറച്ചുകൂടി വർദ്ധിക്കുന്നതായിട്ട് അറിയാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തുടക്കത്തിൽ നമ്മളിത് ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മാത്രം ചെയ്യുക. ഒരുപാട് സമയം നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ അത്രയും ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നേരം ആയില്ലേ എന്ന് പറയുന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. ഇത് നമ്മുടെ കോൺസെൻട്രേഷനെ വീണ്ടും നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ചെയ്യേണ്ട കാര്യം 5 മിനിറ്റ് നേരത്തേക്ക് മാത്രം മെഡിറ്റേറ്റ് ചെയ്യുക. 1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ കഴിയുമ്പോൾ പതിയെ ഇതിൻ്റെ ടൈം കൂട്ടി കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ടൈം ആയില്ലേ എന്ന് പറയുന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് മാറ്റാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ടൈമർ സെറ്റ് ചെയ്യുക എന്നുള്ളത്. 5 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്തിട്ടിരിക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് ആ ടൈമിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ടൈം ആവുമ്പോൾ അലാറം കേട്ടോളും. അപ്പോൾ ഈ 5 മിനിറ്റ് നേരത്തേക്ക് കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ ശ്രദ്ധ ബ്രീത്തിങ്ങിലേക്ക് മാത്രം കൊണ്ടുവരിക. ഇടയ്ക്ക് മറ്റു ചിന്തകൾ ഉണ്ടായാലും വീണ്ടും തിരിച്ചു വരിക. എല്ലാ കാര്യങ്ങളെയും പോലെ തന്നെ മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യത്തിനും നല്ല പ്രാക്ടീസ് ആവശ്യമാണ്. ശരിക്ക് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം നാൾ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, എന്ത് കാര്യത്തിലും ഉടനടി റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങിയിട്ട് 1-2 ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴോ ഒക്കെ ഉടനെ റിസൾട്ട് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ അത് നടക്കില്ല. അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും കൃത്യമായിട്ട് ദിവസവും മുടങ്ങാതെ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ മെഡിറ്റേഷൻ കൊണ്ട് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് സമയം അനുവദിക്കുക. എല്ലാ ദിവസവും മെഡിറ്റേഷന് വേണ്ടി കൃത്യമായിട്ട് സമയം മാറ്റി വയ്ക്കുക. തീർച്ചയായിട്ടും വലിയ ചേഞ്ചസ് ഇതുമൂലം നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.